പടം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. സൂപ്പർ. നല്ലൊരു കൊച്ചു ഹ്യൂമർ പടം. നല്ല കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല സോഫ്റ്റ് ടൈം പാസ് ഉണ്ട്. നല്ല പടമാണ്. കാലത്ത് ചർച്ച ചെയ്യാൻ പറ്റിയൊരു വിഷയം. ഈ കാലത്ത് എല്ലാവരും ഭയങ്കര ബിസിയാണ്. ഇവിടെ പോകുന്ന പടം നല്ല പടമാണ്, ചിരിക്കാനുള്ള പടമാണ്. പെർഫോമൻസ് കാസ്റ്റിംഗ് ഒക്കെ നല്ലതാണ്. കാസ്റ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഓരോ ഇടയ്ക്ക് വരുന്ന തഗ്ഗുകളാണ്. ഒന്നിനൊന്നൊരു കൗണ്ടർ തഗ്ഗുകളൊക്കെയാണ് ഉള്ളത്. എനിക്കൊന്ന് ഫാമിലി ഓഡിയൻസ് എന്തായാലും ഇഷ്ടപ്പെടും. ഇന്ദ്രൻസിയുടെ വെറൈറ്റി, അത് വെറൈറ്റി ആണല്ലോ, ഇപ്പം പറയാനില്ല. ലെജൻഡറി, ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാ ആളുകളും. ആരും ഒന്ന് പുതിയതായിട്ട് തോന്നുന്നില്ല. പിന്നെ പലരുടെയും ഫേസ് നമുക്കൊക്കെ രജിസ്റ്റർ ആയിട്ടുള്ള ഫേസാണ്. അതുകൊണ്ട് എന്തായാലും ഉത്സവനും ഫഹദിനൊക്കെ അനുമോദനങ്ങൾ. നല്ല മൂവിയായിരുന്നു. നല്ല മൂവി. സിനിമ അടിപൊളിയാണ്. സ്ക്രീനിൽ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. അപ്പോൾ ഞാനിതിൽ നീരവ് എന്ന് പറഞ്ഞുള്ള ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു ഫാമിലി എൻ്റർടൈനറാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായമൊക്കെ കേട്ടിട്ട് നല്ല അഭിപ്രായമാണ്. പടം ഞാനും ഇപ്പോഴാണ് ഫൈനലായിട്ട് കണ്ടത്. ഡബിന് കണ്ടതാണ്, അതിന് ശേഷം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇവരുടെയൊക്കെ ജഗദീഷേട്ടൻ്റെയും ഇന്ദ്രൻസേട്ടൻ്റെയും കൂടെ ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റി. അവരുടെയൊക്കെ ഏറ്റവും ഇളയ അനിയനായിട്ടാണ് അർജുനൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരും. എന്തുകൊണ്ടും ആദ്യാവസാനം നല്ല രസകരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു കുടുംബചിത്രമാണ് പരിവാർ. നമ്മളെ ഒരു 90s വൈബ് മൂവീസൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഒരു നൊസ്റ്റാൾജിയ ഫീസ്. അപ്പോൾ ഒരു നല്ലൊരു എൻ്റർടൈനറാണ്. നമുക്ക് നർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സിനിമ. പിന്നെ ബിജു ബാൽ സാറിൻ്റെ നല്ല മ്യൂസിക്കാണ്. ഒരു 5 പാട്ടുകളുടെ സിനിമയിലെല്ലാം നല്ല പാട്ടുകളാണ്. അപ്പോൾ ഈ വരുന്നവരുടെ ഒരു ഹാപ്പിനെസ് കണ്ടാൽ തന്നെ അറിയാം എല്ലാവരും പണം ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലുക്കിംഗ് ഫോർവേഡ് എന്ത് ആർക്കുള്ള റെസ്പോൺസ് ചെയ്യാൻ വെയിറ്റിംഗ് ആണ്. എന്നാലും സോ മച്ച് എക്സൈറ്റഡ് ആണ്. ഞാനിതിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ തന്നെ വന്നിട്ട് പടം കാണാൻ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാം. കണ്ടവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ചിരിക്കാനും കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനും. നമ്മുടെ ഫാമിലിയിൽ മിക്ക ആൾക്കാരുടെയും ഫാമിലിയിൽ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചില റിയലൈസേഷൻസ് ഒക്കെ ഇപ്പോൾ മീഡിയാസ് തന്നെ പറയുന്നത് സിനിമ വയലൻസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ചില നന്മകളും സിനിമയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫാമിലിയിലേക്ക് ഒരു റിയലൈസേഷൻ വരുന്നുണ്ട്, ബന്ധങ്ങളുടെ മൂല്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ എന്തായാലും പടം തിയേറ്ററിൽ വന്ന് തന്നെ കാണാം, സപ്പോർട്ട് ചെയ്യാം. ഇതിൽ ഞാൻ നിഷ എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത്. കണ്ടവർ അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു. സ്ക്രീനിൽ ഫുള്ളായിട്ട് വന്നത് തിങ്കളാഴ്ച നിശ്ചയത്തിലാണ്. അപ്പോൾ തിങ്കളാഴ്ച നിശ്ചയത്തിൽ പോലെ തന്നെ ഇതിലും തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട്. ഇപ്പോൾ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി സ്ത്രീകളൊക്കെ നല്ല വളരെ കാമാൻ ക്വയറ്റായിട്ടിരിക്കുമ്പോൾ എല്ലാത്തിലും തലയടിച്ച് പൊളിക്കടാന്നൊക്കെ പറഞ്ഞ കുറച്ച് രീതിയിൽ അങ്ങനെ പെരുമാറുന്നൊരു ക്യാരക്ടർ തന്നെയാണ്. നല്ല റെസ്പോൺസ് കിട്ടും. എല്ലാവരും കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. എല്ലാവരും ഫാമിലിയോടൊപ്പം തന്നെ പോയി കാണണം. ഒരു ഫൺ റൈഡാണ്. എല്ലാവർക്കും ചിരിക്കാം. പിന്നെ ലാസ്റ്റിലേക്ക് കുറേ ഫാമിലി ഇമോഷൻസ്, ഇമോഷണൽ മൊമെന്റ്സ് എല്ലാം നമുക്ക് കാണാം. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു. പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു?